നിറവിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മുടെ ആഗ്രഹങ്ങളെ ഗ്രഹിക്കുക, എന്നാൽ ദുർമോഹങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. വിശുദ്ധ ലൂയിയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യ ഗാനം കേൾക്കാം. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. വാനിലെ മാധുര്യ സിന്ധു നീ ആനന്ദത്തേൻ പുഴയിന്നൊഴുക്കൂ. നീയല്ലോ ജീവൻ, നീയല്ലോ സത്യം, നീതാൻ പ്രകാശം യേശു മഹേശ. ജീവദാതാ സ്നേഹരാജ ആത്മനാഥ നീ വരിക. ജീവദാതാ സ്നേഹരാജ ആത്മനാഥ നീ വരിക. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ. നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിപ്പൂ.
സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നമ്മൾ ആരിലാണ് ആശ്രയം വെക്കേണ്ടത്? ഈ വിഷയം നമ്മോട് സംസാരിക്കാനായി ഷിജി ടീച്ചറാണ് തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മളിൽ പലർക്കും പൊതുവെ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അതായത് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കടക്കെണിയിൽ പെടുകയോ അതുമല്ലെങ്കിൽ തൊഴിലിന് ചില തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള അപ്രതീക്ഷിതമായ മഹാമാരികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള രക്ഷാസങ്കേതങ്ങളിലെല്ലാം ഓടി നടക്കും. ഇവിടെയെല്ലാം നമുക്ക് പരാജയം ലഭിച്ചാൽ മാത്രം, അതായത് എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷം മാത്രം നാം ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയും. ഇത് മനുഷ്യരായ ദുർബലരായ നമ്മൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ്. പക്ഷേ ശരിക്കും ഇതാണോ നമ്മുടെ ശരിയായ നടപടി, അല്ലെങ്കിൽ നാം സ്വീകരിക്കേണ്ട ഒരു നയം ഇതാണോ? പ്രിയമുള്ളവരെ, ഒരു കഥയുണ്ട്. അതായത് സമ്പൽ സമൃദ്ധമായ അതിവിസ്തൃതമായ രാജ്യത്തിൻ്റെ അധിപനായ ഒരു രാജാവ്. അദ്ദേഹത്തിന് മക്കളില്ല. കുറേ കാലം കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ആധിപത്യം ആരുടെയെങ്കിലുമൊക്കെ കയ്യിലാകുമല്ലോ, തനിക്ക് അനന്തരാവകാശികളില്ലാതെ മരിക്കേണ്ടി വരുമല്ലോ എന്നതൊക്കെയുള്ള രാജാവിനെ അസ്വസ്ഥനാക്കിയിരുന്ന സത്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന് കുറേ പ്രായമായപ്പോൾ ഊണും ഉറക്കവും തന്നെ നഷ്ടപ്പെട്ടു. രാജഗുരുവിനോട് അഭിപ്രായം തേടി. രാജഗുരു പറഞ്ഞു, പരമയോഗ്യനായ സൽസ്വഭാവിയായ ഒരു കൗമാരക്കാരനെ ബലി കഴിക്കണം. അങ്ങനെയെങ്കിൽ താങ്കൾക്ക് ഒരു കുട്ടി ജനിക്കും. രാജാവ് എങ്കിൽ പിന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കാമെന്നായി. രാജഗുരു ഒരു പോംവഴി നിർദ്ദേശിച്ചതിൽ രാജാവിന് സന്തോഷമൊക്കെ തോന്നി. പക്ഷേ എവിടെ നിന്ന് കിട്ടും പരമയോഗ്യനായ ഒരു കൗമാരക്കാരനെ, അതും ബലി കഴിക്കാൻ വേണ്ടി? എങ്കിലും രാജഭടന്മാർ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി, തലങ്ങും വിലങ്ങും ഓടി കൗമാരക്കാരനെ അന്വേഷിക്കുകയാണ്. അവസാനം പരമ ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് അവർ അന്വേഷിച്ചു. അവൻ്റെ മാതാപിതാക്കൾ, അവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ രാജാവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പാരിതോഷികം രാജാവ് തരുമല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെങ്കിലുമൊക്കെ നേരെ ആക്കാമല്ലോ എന്നാണ് ആ പാവങ്ങൾ ചിന്തിച്ചത്. നമ്മുടെ ഈ കൗമാരക്കാരനായ കുട്ടി വീട്ടിൽ അവൻ്റെ അച്ഛനെ സഹായിക്കുകയോ അങ്ങനെയുള്ള വീട്ടിലേക്ക് എന്തെങ്കിലും വരുമാനം കൊണ്ടുവരുന്ന കാര്യങ്ങളിലോ പലപ്പോഴും ഏർപ്പെടാറില്ല. അവൻ്റെ സമയം മുഴുവൻ അവൻ ചെലവാക്കുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ആശ്രമത്തിലാണ്. ആശ്രമത്തിലെ അന്തേവാസികളായ സന്യാസികളെ ശുശ്രൂഷിക്കുക, പരിസരമൊക്കെ വൃത്തിയാക്കുക, പിന്നെ അവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു ആശ്രമവാസിയെ പോലെയാണ് ഈ കൗമാരക്കാരൻ. എന്തായാലും കൊള്ളാം, രാജാവിൻ്റെ ഭടന്മാരിൽ നിന്നും പാരിതോഷികമൊക്കെ സ്വീകരിച്ച് ഈ കുട്ടിയുടെ ദരിദ്രരായ മാതാപിതാക്കൾ അവനെ രാജാവിന് കൈമാറുകയാണ്. കുട്ടിയെ കിട്ടിയല്ലോ, രാജാവിന് സന്തോഷമായി. അങ്ങനെ ബലിക്കുള്ള ദിവസമൊക്കെ നിശ്ചയിച്ചു. ബലിവസ്തുവായി ഈ കുട്ടിയെ നിലത്തിരുത്തിയിരിക്കുകയാണ്. രാജാവ് കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? എങ്കിൽ പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇനി ശേഷിക്കുന്നുണ്ടെങ്കിൽ പറയണം. രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടി ആവശ്യപ്പെട്ടത് ഒരു ചാക്ക് നിറയെ കളിമണ്ണാണ്. എന്തിനാണ് എന്നൊന്നും രാജാവ് ചോദിച്ചില്ല, മണ്ണ് എത്തിച്ചു കൊടുത്തു. അവൻ
വളരെ സൂക്ഷ്മതയോടെ ആ മണ്ണ് ഉപയോഗിച്ച് തൻ്റെ മുൻപിൽ 4 മൺകൂനകൾ ഉണ്ടാക്കി. കുറച്ചു നേരം അവയുടെ മുൻപിൽ ധ്യാനപൂർവം കൈകൂപ്പി നിന്നു. പിന്നെ ആദ്യത്തെ മൺകൂന ഉടച്ചു കളഞ്ഞു. പിന്നീട് അടുത്ത മൺകൂന, പിന്നീട് അടുത്ത മൺകൂന, അങ്ങനെ 3 മൺകൂനയും ഉടച്ചു കളഞ്ഞു. 4ാമത്തെ മൺകൂനയുടെ മുൻപിൽ ഇവൻ ധ്യാന നിമഗ്നനായി കൈ ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ്. ഇത് സാഗൂതം വീക്ഷിച്ചുകൊണ്ട് നിന്ന രാജാവ് കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ഈ കാണിച്ചതിൻ്റെ അർത്ഥം? അപ്പോൾ കുട്ടി പറഞ്ഞു, ആദ്യത്തെ മൺകൂന എൻ്റെ മാതാപിതാക്കളുടെ പ്രതീകമാണ്. കാരണം ഏതാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് കരുതിയിരുന്ന എൻ്റെ മാതാപിതാക്കൾ എന്നെ കൈവിട്ടു. അങ്ങേക്ക് ബലി കഴിക്കാൻ വേണ്ടി എന്നെ തന്നുവിട്ടില്ലേ? അപ്പോൾ പിന്നെ അവരിൽ ഞാൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനത് തകർത്ത് കളഞ്ഞു. 2ാമത്തെ മൺകൂന എന്ന് പറയുന്നത് എൻ്റെ ബന്ധുമിത്രാദികളുടെയൊക്കെ പ്രതീകമാണ്. മാതാപിതാക്കൾ കൈവിട്ടാലും അവരിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. അവരും എന്നെ കൈവിട്ടു. അതുകൊണ്ട് ഞാൻ 2ാമത്തെ മൺകൂനയും തകർത്തു. 3ാമത്തെ മൺകൂന ഈ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ പ്രതീകമായിരുന്നു. കാരണം ഏതാപത്തിൽ നിന്നും തൻ്റെ പ്രജകളെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ആളായിരുന്നു രാജാവ്. അദ്ദേഹമായിരുന്നു എന്നെ സംരക്ഷിക്കേണ്ടത്. അദ്ദേഹം തന്നെ ഇതാ എൻ്റെ ജീവൻ എടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിൽ ആശ്രയം വെക്കുന്നത്? അതുകൊണ്ട് ഞാൻ അതും തച്ചുടച്ച് കളഞ്ഞു. ഇനി ഈ 4ാമത്തെ മൺകൂന ഉണ്ടല്ലോ, അത് ഞാൻ ഉടയ്ക്കില്ല. കാരണം അത് എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച, എന്നെ ഇപ്പോഴും കൈകളിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രതീകമാണ്. ദൈവം എന്നെ രക്ഷിക്കും, സംരക്ഷിക്കും, അത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുൻപിൽ ധ്യാന നിമഗ്നനായി ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യമുണ്ടായ ഒരു ഞെട്ടലിൽ നിന്ന് രാജാവ് വിമുക്തനായപ്പോൾ അദ്ദേഹം ശാന്തമായി ചിന്തിച്ചത് ഇങ്ങനെയാണ്, എത്ര നല്ല ഒരു വിജ്ഞാനമാണ് ഈ കുട്ടി പകർന്നു തന്നത്. ഒരു പക്ഷേ ആശ്രമവാസികളായ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ടോ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടോ കുട്ടിക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടിയതാവാം. എന്തു തന്നെ ആയാലും രാജാവ് ചിന്തിച്ചത് മറ്റൊരു വഴിക്ക് കൂടെയാണ്. ഇവനെ ബലി കഴിച്ചാൽ തന്നെ എനിക്കൊരു പുത്രനെ കിട്ടുമെന്നോ, അല്ലെങ്കിൽ പുത്രൻ ഉണ്ടായാൽ പോലും അതൊരു സൽപുത്രനാകണമെന്നോ നിർബന്ധമില്ലല്ലോ. എങ്കിൽ പിന്നെ പ്രായത്തിലധികം പക്വതയുള്ള ഈ കുട്ടിയെ എന്തുകൊണ്ട് എനിക്ക് ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിക്കൂടാ? പിന്നീട് കഥയിൽ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം നാം വയ്ക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ പക്കലാണ്. മാനുഷികമായ ദൗർബല്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റു പല സങ്കേതങ്ങളിലും മറ്റു പല ശക്തികളിലും ആശ്രയിച്ചതിന് ശേഷം എല്ലാ വഴികളും അടയുമ്പോൾ മാത്രം ദൈവത്തിങ്കിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ അത് വലിയ ഒരു തെറ്റും ഒരു കൊടിയ അപരാധവും തന്നെയല്ലേ? കാരണം ദൈവം നമ്മെ കൈവെള്ളയിൽ എന്ന പോലെ സംരക്ഷിക്കുന്നു എന്ന് നാം ആവർത്തിച്ചാവർത്തിച്ചു കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും നാം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ വിട്ടുപോകുന്നുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള സങ്കീർത്തകൻ്റെ വാക്കുകൾ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ള പല വചനങ്ങളും നമുക്ക് സുപരിചിതമാണ്. അതായത് നമ്മെ ചിറകുകളുടെ അടിയിൽ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ സർവശക്തൻ നമ്മുടെ കോട്ടയാണ്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ് നമ്മൾ. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, മനനം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് നമുക്കവിടെ പ്രയോഗിക്കാൻ സാധിക്കാതെ വരുന്നത് പോലെ. ഒരിക്കൽ ഒരു മരത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ കൊക്കുരുമിയിരുന്ന ആൺകുരുവിയും പെൺകുരുവിയും തമ്മിലുള്ള ഒരു സംഭാഷണം വളരെ സരസമായി ഒരു കവിവാക്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഏറെ പരിചിതമായ ഒരു ദൈവവചനത്തോട് ചേർത്തും വായിക്കാവുന്നതാണ്. ആൺകുരുവി പെൺകുരുവിയോട് പറയുകയാണ്, താഴെക്കൂടെ പോകുന്ന ആ മനുഷ്യരെ നോക്കിക്കേ, എല്ലാവർക്കും എത്രയേറെ സംഘർഷമാണ്, എത്രയേറെ മനപ്രയാസമാണ്, അവരുടെ മുഖത്തൊന്നും ചിരിയില്ല. എന്താണ് ഇവർ ഇത്രയേറെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? ഇവർക്കൊക്കെ സഞ്ചരിക്കാൻ ആഡംബര വാഹനങ്ങളുണ്ട്, വളരെ മികച്ച രീതിയിലുള്ള വീടുകളുണ്ട് പാർക്കുവാൻ വേണ്ടി, ഭക്ഷണ സാധനങ്ങളുടെ വലിയ ശേഖരമുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസും ഉണ്ടാകുമായിരിക്കും. എന്നിട്ടും ഇവർക്ക് എന്തിനാണ് ഇത്രയേറെ ആധി? ഇവരുടെ മുഖത്തൊന്നും ഒരു സന്തോഷം പോലും ഇല്ലല്ലോ, എല്ലാവരും നെട്ടോട്ടമാണല്ലോ. ഉടനെ തന്നെ
കേട്ടുകൊണ്ടിരുന്ന കുരുവി തൻ്റെ ഇണക്കുരുവിയോട് പറയുന്നത് ഇങ്ങനെയാണ്. ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിലാണ് പറച്ചിൽ. അവർ പറയുന്നത്, ഒരുപക്ഷെ ഇവർക്ക് നമ്മുടേതുപോലെ ഒരു ദൈവം ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ കളപ്പുരകളിലൊന്നും ശേഖരിക്കുന്നില്ലല്ലോ, നമുക്ക് വലിയ വീടില്ലല്ലോ, നമുക്ക് സഞ്ചരിക്കാൻ വലിയ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, എന്നിട്ട് നമ്മൾ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെ എത്ര നന്നായിട്ടാണ് ദൈവം പരിപാലിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ദൈവം ഒരുപക്ഷെ ഇവർക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിൽ ഇവർ ആശ്രയം വയ്ക്കുന്നില്ലായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നില്ലേ? നമ്മൾ കുരുവികളെക്കാളും അല്ലെങ്കിൽ വയലിലെ പുഷ്പങ്ങളെക്കാളും ഒത്തിരി വിലപ്പെട്ടവരാണ് എന്ന് നമ്മോട് കർത്താവ് പല വചനഭാഗങ്ങളിലും കൂടെയും ഓർമ്മിപ്പിക്കുന്നുമുണ്ടല്ലോ. എന്നിട്ടും നമുക്കെന്താണ് ഇത്രയേറെ ആധി, ഇത്രയേറെ വെപ്രാളം? നമ്മുടെ തത്രപ്പാടുകളുടെ ഒടുക്കം നമ്മൾ ഒന്നും നേടാത്ത അവസ്ഥയിലേക്ക് തന്നെ എത്രയോ തവണ വന്നെത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? ദൈവത്തിൽ ആശ്രയിക്കാതെ പോകുന്നത് കൊണ്ടല്ലേ? മനുഷ്യ വിഭവങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കഴിവിലോ ആശ്രയം വെക്കുന്നത് കൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് ജീവിത പ്രതിസന്ധികളിലൊക്കെ പരാജയപ്പെട്ട് തളർന്ന് കുഴഞ്ഞു വീഴേണ്ടി വരുന്നത്? പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനുഷികമായ വിഭവങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ സുരക്ഷിതരാണ്, നമുക്ക് എല്ലാവിധ പ്രതിസന്ധിയെയും നേരിടാം എന്ന ആധുനിക മനുഷ്യൻ്റെ ചിന്തയ്ക്കേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ കണ്ട പ്രളയവും മറ്റ് ദുരന്തങ്ങളും, പ്രകൃതി ദുരന്തങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ കാലവുമൊക്കെ. അതൊക്കെ നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകളാണ് തരുന്നത്. നമുക്ക് അത്യാഗ്രഹം എന്ന വണ്ണം നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, നമ്മുടേത് മാത്രമായി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, ചുറ്റുപാടും കഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമ്പാദ്യങ്ങൾക്കൊന്നും വിലയില്ല എന്ന് നമ്മെ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാൻ വേണ്ടി കൂടി ദൈവം ഇത്തരം അവസരങ്ങളിലൂടെ കടത്തിവിടുന്നു എന്ന് ചിന്തിക്കുക തന്നെ വേണം. കാരണം പ്രളയം വന്നപ്പോൾ ആഡംബര വീടുകളും ആഡംബര കാറുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒഴുകിപ്പോയ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ വലിയ വീടുകളുടെ മുകൾ നിലയിൽ നിന്നൊക്കെ കൈ ഉയർത്തി സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ ചിത്രങ്ങൾ സഹിതമാണ് പല മാധ്യമങ്ങളും അക്കാലത്ത് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയുള്ള സാഹചര്യമായിരുന്നു മഹാമാരിയുടെ കാലത്തും നമ്മൾ കണ്ടത്. കോടീശ്വരന്മാരും ഒത്തിരിയേറെ വലിയ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവരും വരെ ആശുപത്രികളിൽ കിടക്കകൾ കിട്ടാതെ അല്ലെങ്കിൽ ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടാതെ മരണമടയുന്ന ദയനീയമായ കാഴ്ച നമ്മൾ എത്രയോ തവണ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അനുനയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ചില മനോഭാവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. എന്തിനാണ് ഇത്രയേറെ ഭൗതികതയിൽ നമ്മൾ അഭിരമിക്കുന്നത്? നമുക്ക് ഈ നശ്വരമായ നിക്ഷേപങ്ങളാണോ വേണ്ടത്? അനശ്വരതയിലേക്കൂടെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് തിരിയേണ്ടതല്ലേ? ദൈവവിചാരത്തോടെ അല്ലെങ്കിൽ സഹോദരനെ കൂടെ കരുതിക്കൊണ്ട് നാം ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ജീവിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇത്തരം മഹാമാരികളും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും അടിക്കടി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ ഒത്തിരിയേറെ സമ്പാദ്യമില്ല, ഒത്തിരിയേറെ വസ്തുവകകളില്ല, കഴിവില്ല, വലിയ പദവികളില്ല. നമ്മൾ തിരികെ പോകുമ്പോഴും ഏതാണ്ടൊക്കെ തന്നെ കൈ ശൂന്യമാക്കി തന്നെയാണ് പോകേണ്ടത്. നമ്മളുടെ ചുറ്റുവട്ടത്തും കാണുന്ന പല മരണങ്ങളും പല ജീവിത അവസാന യാത്രകളും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് ഹ്രസ്വമായ ഈ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് സമ്പാദിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമായിട്ടല്ല, അല്ലെങ്കിൽ പദവികളുടെ തലത്തിലല്ല, മറിച്ച് നന്മ ചെയ്ത് നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കാവുന്ന ചില സമ്പാദ്യങ്ങൾ, അത് സമ്പാദിച്ചു കൂട്ടാനാവണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സ് നിറയ്ക്കാനാവണം നമ്മുടെ ശ്രമം. ഒരിക്കൽ കൂടെ ഓർക്കണം, നമ്മൾ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നവരല്ല. എങ്കിൽ പിന്നെ എന്തു കൊണ്ടുപോകാനാണ്, തിരികെ പോകുമ്പോൾ എന്തു കൊണ്ടുപോകാനാണ് നമ്മൾ ഇത്രയേറെ തത്രപ്പെടുന്നത്, ഇത്രയേറെ വെപ്രാളപ്പെടുന്നത്? അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൂടെ കരുതി സമാധാനത്തോടെ സ്വസ്ഥതയോടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന ഈ വർത്തമാന കാലമല്ലേ ഏറ്റവും സത്യമായിട്ടുള്ളത്? എങ്കിൽ പിന്നെ ആ വർത്തമാന കാലത്തിൽ നമ്മുടെ മനസ്സ് നിറയട്ടെ, മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ടാവട്ടെ, സ്വസ്ഥതയുണ്ടാവട്ടെ, നമ്മുടെ ദിവസങ്ങൾ നന്മ നിറഞ്ഞതാവട്ടെ.
ജീവിതത്തിൽ പല മെഡലുകളും ചാർത്തി കിട്ടിയ ആളുകളായിരിക്കും നിങ്ങൾ. അതെ, ഇന്ന് അത്തരമൊരു വിഷയവുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ചെയ്യേണ്ട നന്മകളുടെ മുൻപിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മടിച്ചു നിന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലാകുമ്പോൾ. അത്തരമൊരു സന്ദർഭത്തെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വീഡിയോയിലെ കഥാപാത്രവുമായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നിയോ? നമുക്കെല്ലാവർക്കുമുണ്ട് ഇതുപോലെ പലരിൽ നിന്നായി ചാർത്തി കിട്ടിയ അനേകം ലേബലുകൾ. പലപ്പോഴും ഇത്തരം ലേബലുകൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസമായിട്ട് രൂപപ്പെടുകയും അത് നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വികാരങ്ങളെയും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒന്നിനും കൊള്ളാത്തവൻ, കഴിവില്ലാത്തവൻ എന്നൊക്കെ ഒരു വ്യക്തി ലേബൽ ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽ അത് ക്രമേണ ആ വ്യക്തിക്ക് അവനെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസമായിട്ട് മാറുകയും അത് ശരിയാണെന്ന രീതിയിൽ അവൻ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ കൂടെയുള്ളവരുടെ പ്രവൃത്തികളെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ലേബലുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ലേബലുകൾ പോസിറ്റീവായിരിക്കാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോട് അവർക്ക് അവരെ തന്നെ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ഉള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോട് എന്തു പറയുന്നുവോ, ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ വിശേഷിപ്പിക്കുന്നു, അത് അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള വിശ്വാസങ്ങളും ബോധ്യങ്ങളുമായി രൂപപ്പെടും. നമുക്ക് ചുറ്റുമുള്ള അനേകർ ഇതുപോലെ നെഗറ്റീവായ ലേബലുകളെ വിശ്വാസങ്ങളാക്കി മാറ്റി അതിൻ്റെ തടവറകൾക്കുള്ളിൽ ജീവിക്കുന്നവരുണ്ടാകും. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കഥാപാത്രത്തെ പോലെ ആരെങ്കിലുമൊക്കെ അവർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പോസിറ്റീവായ
ലേബലുകൾ അവർക്ക് കൊടുക്കുമ്പോൾ, നല്ല വാക്കുകൾ ഉപയോഗിച്ച് അവരെ വിശേഷിപ്പിക്കുമ്പോൾ, അത് അൺഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ലേബലുകളെ പറിച്ചു മാറ്റുവാനും അവർക്ക് അവരെ തന്നെ സ്നേഹിക്കുവാനും അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനും ഏറെ സഹായകമാകും. ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾ ഏതു തരത്തിലുള്ള ലേബലുകളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. കൂടുതലും പോസിറ്റീവായതും മറ്റുള്ളവർക്ക് അവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നതുമായ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. രണ്ടാമത്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ചാർത്ത് കിട്ടിയിട്ടുള്ള ലേബലുകളെ നമുക്ക് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള പല ലേബലുകളും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തവയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായി സ്വാധീനിക്കുന്നവയായിരിക്കാം. അവ ഉപേക്ഷിക്കുവാനും നമ്മളെക്കുറിച്ച് തന്നെയുള്ള യാഥാർത്ഥ്യം കണ്ടെത്തുവാനും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ തുടക്കത്തിൽ കേട്ട വിശുദ്ധ ലൂയിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും ആഗ്രഹങ്ങളെ ഗ്രഹിക്കുക, എന്നാൽ ദുർമോഹങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം